കേക്കും വീഞ്ഞും പിൻവലിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലെന്ന് സജി ചെറിയാന് ഇതുപോലെ മുസ്ലിം സമുദായത്തിലെ ഒരു മതചടങ്ങിനെ കുറിച്ച് പറയാനുള്ള ധൈര്യമുണ്ടോ? ഞങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഒരു ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എപ്പോഴും വേണേൽ ചണ്ട കൂട്ടാം. സജി ചെറിയാന് മുസ്ലിം മതവിഭാഗത്തിലെ ആചാര്യന്മാരെക്കുറിച്ചോ അവരുടെ ഒരു ചടങ്ങിനെക്കുറിച്ചോ ഇങ്ങനെ വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ സജി ചെറിയാൻ ഇപ്പോൾ രാജിവെച്ച് കണ്ടം വഴി ഓടിയിട്ടുണ്ടാവുമായിരുന്നു. അറിയോ നിങ്ങൾക്ക്? ഇതാണ് കേരളത്തിൻ്റെ സാമൂഹ്യ സ്ഥിതി. ഒരു വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും. എന്തിനാണ് ഇത്തരം വൃത്തികെട്ട പ്രസ്താവനകൾ നടത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് മുഖ്യമന്ത്രി ഇതുവരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അല്ല, CPM സംസ്ഥാന സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ ജയിലിൽ കിടന്നതൊന്നും ഓർമ്മയില്ലേ? സ്വർണ്ണക്കടത്തിലല്ലാതെ പിന്നെ എന്ത് കടത്തിലാണ്? സ്വർണ്ണക്കടത്ത് കേസിലും ഡോളർ കടത്ത് കേസിലും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത്രയും ദിവസം ജയിലിൽ കിടന്നിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയത് എന്ന് എന്തുകൊണ്ടാണ് വിശ്വസിക്കാൻ പ്രയാസം? വേറെ എവിടെയെങ്കിലും അങ്ങനെ നടന്നിട്ടുണ്ടോ? ആരെ പറഞ്ഞ അലിഗേഷൻ? അല്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ വളരെ ആധികാരികമായി ഞങ്ങൾ ചില ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഇടപെട്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അവിടെ പിടിച്ചു വയ്ക്കപ്പെട്ട സ്വർണം തിരിച്ചെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പലതവണ വിളിച്ചു. ഇതായിരുന്നു ഞങ്ങളുടെ ആരോപണം. അന്ന് നിങ്ങളെല്ലാവരും എന്നെ കൊത്തി കീറി. കൈരേഖയാണോ ശങ്കരാടിയാണോ എന്നൊക്കെ ചോദിച്ചു. ശിക്ഷിച്ചില്ല. പിന്നെ എന്താണ് ശിക്ഷിക്കാൻ? എന്താ കേസ് പൂർത്തിയായിട്ടോ? എന്താ കേസ്? ശിവശങ്കരനല്ലേ വിളിച്ചത്? ശിവശങ്കരനല്ല, പിന്നെ ആരാണ് വിളിച്ചത്? ശിവശങ്കരനാണ്. തെളിയിക്കാൻ കോടതിയിലല്ലേ സഹോദരി? എന്ത് ചോദ്യമാണ്? ആരാണ്? എന്താണ് അന്വേഷിക്കാത്തത്? സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എന്താ അന്വേഷിച്ചിട്ട്? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഏത് ഏജൻസി അന്വേഷിച്ചിട്ടാണ്? ഞാൻ പറയുന്ന മറുപടി പറയും. നിങ്ങൾ ഇങ്ങോട്ട് വലിയ ചാടല്ല. പറയട്ടെ മറുപടി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഡിവൈഎഫ്ഐക്കാർക്ക് മറുപടി കുറച്ച് കുറവായിരിക്കും. ഞാനൊരു കാര്യം നിങ്ങളോട് വ്യക്തമായിട്ട് പറയാം. ഡിവൈഎഫ്ഐയുടെ ചോദ്യം എന്നോട് ചോദിക്കേണ്ട. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അന്വേഷിക്കുന്നത് കേന്ദ്ര ഏജൻസിയാണ്. ആ ഏജൻസി അന്വേഷിച്ചിട്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരനെ കുറ്റവാളിയായി കണ്ടെത്തി അദ്ദേഹത്തെ ജയിലിൽ കിടത്തി ഇപ്പോൾ കേസ് തുടരുകയാണ്. പിന്നെ ഏത് കേസിലാണ്? അതിനപ്പുറത്തേക്കെന്ന് പറഞ്ഞാൽ കോടതി വിധി വന്നിട്ടുണ്ടോ? ലൈഫ് മിഷനല്ല, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും അയാൾ പ്രതിയാണ്.